Hello guys, this is 24 frames, sit back, relax and let's talk cinema. First of all, sorry for the delay guys, എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഷോ കണ്ടത്. ഇന്നലെ ബോയ്സിൻ്റെ സീരീസ് ഇറങ്ങിയായിരുന്നു. അതിൻ്റെ 7th എപ്പിസോഡ് ഇറങ്ങി, വിഷമിച്ചിരിക്കുമായിരുന്നു അത് കണ്ടിട്ട്. അതിൻ്റെ ഒപ്പം അതിരടിയും കൂടെ പോയി കണ്ടു. സോ കുറച്ച് ബെറ്ററായി, കാരണം ഈ മൂവി എനിക്ക് വർക്കായി അതിരടി. കാരണം അത്രയ്ക്ക് മോശമൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു എബവ് ആവറേജ് പടം, നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ കാണാം, വേണമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കണ്ടു. അപ്പോൾ ആർക്കാ വിരോധം? കണ്ടു എനിക്കിതിലെ എല്ലാം വർക്കായി. ചില സ്ഥലത്ത് കോമഡി മാത്രം എനിക്ക് കുറച്ച് സ്ഥലത്ത് ക്രഞ്ചായിട്ട് തോന്നി. പക്ഷേ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതായിട്ട്. അതായത് ഏത് സമയം അടി പിടി ബഹളം ഇടി ചെയ്സ് ഒച്ച ഡാൻസ് ബഹളം അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു മൂവി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേക്കിങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്നാൽ ചില സ്ഥലത്ത് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഇതൊരു പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല, കാരണം എനിക്ക് പേയ്മെൻറ്റ് വരെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെയ്ഡ് റിവ്യൂ ചെയ്യേണ്ട കാര്യമില്ല. ഇതെൻ്റെ ജെന്യുവൻ ഒപ്പീനിയനാണ്. എനിക്ക് ബബ്ബൊക്കെ ഇഷ്ടമായി. സോ ബബ്ബ പോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ അതേപോലത്തെ ടൈപ്പ് ഒരു ജോണറാണല്ലോ ഇതും. അപ്പോൾ അത് ഇതിൽ പക്ഷേ ലോജിക്കില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ലോജിക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു രസത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഇത്. എന്നാൽ ചില സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് എനിക്ക് വെറുപ്പിക്കലായിട്ട് തോന്നിയുള്ളൂ, മൊത്തത്തിലല്ല. എന്നാൽ കൊള്ളാം, ഒരു അടിപൊളി പടം. എന്നുള്ള ശരിക്കുള്ള റിലീസ് കണ്ടു നിങ്ങൾ തന്നെ കണ്ടു. ഇതിലൊരു അടിപൊളി ഒരാളുടെ ക്യാമിയോ ഉണ്ട്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ, സെക്കൻഡ് ഹാഫ് പകുതി ആകുമ്പോഴേക്ക് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ക്യാമിയോ ഉണ്ട്. അത് അടിപൊളി ഒരു ചെയ്സ് സീനൊക്കെയാണത്. പിന്നെ ഇതിൽ ബേസിൽ ജോസഫ് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ ടൊവിനോ ഒരു പാട്ടുകാരനാണ്. ആ അമ്പലത്തിൽ ഒരു പരിപാടി ഗാനമേള പോലെ നടക്കുന്നു. സോ അവരുടെ ഒരു ക്ലാഷാണ് മെയിനായിട്ട് മൂവി. അതിൻ്റെ ഇടയിലേക്ക് വിനീത് ശ്രീനിവാസൻ വരുന്നു, ഷാൻ റഹ്മാൻ വരുന്നു. അങ്ങനെ ഒരു സംഭവം മനസ്സിലായി. അങ്ങനെ പോണ ഒരു മൂവിയാണ്. അതിൽ ആദ്യമൊക്കെ ബേസിലിൻ്റെ ഒരു കോളേജ് സ്റ്റുഡൻ്റ് എന്നുള്ളൊരു റോളാണ്, അത് കുഴപ്പമില്ലാത്തത്. പിന്നെ പോകെ അത് 3rd ഇയർക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം കാണുന്ന ഇപ്പോഴത്തെ ബേസിൽ ജോസഫൊക്കെ ആയിട്ട് വീണ്ടും മാറും. അതുപോലെ തന്നെ ടൊവിനോടെ തിരുവനന്തപുരം സ്ലാങ് ആണെങ്കിൽ ഓക്കെയാണ്, ചൂടൊന്ന് പുഷ് ചെയ്യായിരുന്നു. കാരണം ചില സ്ഥലത്ത് നമ്മൾ പണ്ടൊക്കെ പല മൂവീസിലും തിരുവനന്തപുരം നമുക്ക് ഇത് കഴിയുമ്പോൾ അവരവിടെ ഉള്ള ഒരാളാണെന്ന് തോന്നും. ഇല്ലെങ്കിൽ നമുക്കത്ര ഇവരിത് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ചെയ്യുന്ന പോലെ ഒന്നും തോന്നില്ല, അത് അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ ടൊവിനോ അങ്ങനെ മോശമാണെന്നല്ല, ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആവുക, നെക്സ്റ്റ് ടൈം പിടിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു മെയിനായിട്ട് അവർ തമ്മിൽ ഇതിൽ ടൊവിനോ വില്ലനൊന്നുമല്ല, ബട്ട് ടൊവിനോയുടെ സൈഡിൽ നോക്കുമ്പോൾ അതാണ് കറക്റ്റ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. നമുക്ക് അതുകൊണ്ട് ആരോടും വേണ്ടി ഒരു ഉദ്ദേശം അതിലൊരു വെറുപ്പിക്കണ ക്യാരക്ടറുണ്ട്, ഒരു ആൽഫമെയിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരു സാധനം. മ്യൂസിക് ആണെങ്കിലും അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള മ്യൂസിക്കൊന്നുമില്ല. എന്നാൽ അതിൻ്റെ പടത്തിൻ്റെ ഒപ്പം കേട്ടിരിക്കാൻ പറ്റുന്ന മ്യൂസിക്. ഞാൻ അങ്ങനെ മ്യൂസിക് എടുത്ത് കേൾക്കണ ഒരാളൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലാസ്റ്റൊക്കെ ഇപ്പോൾ കുറച്ചങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നി. അങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ എന്ന് എനിക്കറിയില്ല. അത്ര ഒരു അത് മൂവി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷേ മൂവീനെ എന്തൊക്കെയാണ് പറയണത്, മൂവിയായിട്ട് കണ്ടാൽ കുഴപ്പമില്ല, അങ്ങനെ കാണുന്നവർക്ക് പ്രശ്നമില്ല. പിന്നെ ഇങ്ങനെ ലാസ്റ്റൊക്കെ ഇപ്പോൾ കുറച്ചങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തോന്നി. ബട്ട് കുഴപ്പമില്ല, മൂവിയായിട്ട് കാണുകയാണെങ്കിൽ വിഷയമുള്ള. ലാസ്റ്റ് ആയപ്പോഴേ കുറച്ചങ്ങ് അത്രയൊക്കെ ശരിക്കും നടക്കുമോ എന്ന് എനിക്ക് തോന്നി. ബട്ട് വിഷയമില്ല, അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് സുഖമായിട്ട് വിടാം. നമ്മൾ ബാക്കി ആസ്പെക്ട്സ് ഒക്കെ നോക്കുമ്പോൾ ഒന്നുമല്ല. സോ ഇത് OTTയിൽ ഇറങ്ങിയാൽ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല. കാരണം OTTക്ക് പറ്റിയൊരു മൂവിയായിട്ട് തോന്നുന്നില്ല. കാരണം ഇത് ഒറ്റയ്ക്കിരുന്ന് കണ്ടാൽ തന്നെ നമുക്ക് അത്ര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ ഇരുന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. എൻ്റെ അഭിപ്രായമാണിത്. ദയവ് ചെയ്ത് പൊങ്കാലയിടാൻ വരരുത്. സോ ഇതാണ് കുഴപ്പമില്ലാത്തൊരു മൂവി. ഒരു എബവ് ആവറേജ്, ഒരു ഫീൽ ഗുഡ് അല്ല, പോട്ടെ, എൻ്റർടൈനർ പോകണം. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ പോയി കാണുക, ഇല്ലെങ്കിൽ വേണ്ട. സോ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് പിന്നെ വരാം. ബൈ.